മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ രാജ്യദ്രോഹ പോസ്റ്റർ പതിച്ചുവെന്നാണ് രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. അതേസമയം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളായ റിൻഷാദിനെയും മുഹമ്മദ് ഫാരിസിനെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ ആശയം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ പതിച്ചതാണ് കേസ്. വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിച്ചു. സംഘപരിവാർ വിരുദ്ധ പോസ്റ്റർ മാത്രമാണ് തങ്ങൾ പതിച്ചതെന്നും മറ്റുള്ളവ തങ്ങളുടേതല്ലെന്നുമാണ് വിദ്യാർത്ഥികളുടെ വാദം. ഞങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് അല്ലത്, ഞങ്ങളെ പോസ്റ്റ് അല്ല, ഞങ്ങളത് എഴുതിയിട്ടും കൂടിയില്ല. ആരൊക്കെ ഞങ്ങൾ ഇത് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടി ചോദ്യം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കയ്യാമം അഴിച്ചുമാറ്റി. ഈ ചെറിയ രണ്ട് കുട്ടികളെ കയ്യാമം വെച്ചിട്ടാണ് പോലീസ് കൊണ്ടുവന്നത്. അത് ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് പിന്നീട് SI എന്ത് ചെയ്തത്, മജിസ്ട്രേറ്റിന് പെർമിഷന് വേണ്ടിയിട്ട് കയ്യാമം വെക്കാൻ വേണ്ടി പെർമിഷന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്ത സമയത്ത് മജിസ്ട്രേറ്റ് പറഞ്ഞു കുട്ടികളായതുകൊണ്ട് അതിന് പെർമിഷൻ തരാൻ പറ്റില്ല. അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കോളേജിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ ഇന്ന് കോടതിയിൽ വീണ്ടും ഹാജരാക്കുന്നത്. 24 മലപ്പുറം. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.